മോണ്ടിനെഗ്രിൻ സൂപ്പർ താരമായ സ്റ്റീവൻ ജോവറ്റി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള ധാരാളമായ വാർത്തകൾ വന്നിരുന്നു. ആദ്യം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള റൂമറുകളായിരുന്നു വന്നത്. അതിന് ഒരു സോഴ്സും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാർക്കസ് മുർഗുലാവോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ വാർത്ത കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഫുട്ബോൾ ട്രാൻസ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിരുന്നു. എന്തായാലും അവർ പറഞ്ഞത്, ഒരു ഏഷ്യൻ ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും കൂടാതെ ഏകദേശം 1,20,000 ഫോളോവേഴ്സുള്ള ഒരു എക്സ് അക്കൗണ്ടായിരുന്നു ആ വാർത്ത പങ്കുവച്ചത്. അത് ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ധാരാളമായി ആഗ്രഹിച്ചിരുന്നു. എന്നാലിപ്പോൾ വീണ്ടും മോണ്ടിനെഗ്രൻ മാധ്യമമായ CG സ്പോർട്സ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വിടുകയാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഏഷ്യൻ ക്ലബ്ബിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൽ നിന്നുമായിരുന്നു ഓഫർ. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ അദ്ദേഹം ഇപ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് പ്രധാന കാരണമായി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി വരുന്ന അത്ര പണം കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് താരം ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ സമ്മതം മൂളാത്തത് എന്നുള്ളൊരു കാര്യമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ട പണം കൊടുത്താൽ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ തയ്യാറായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അത് കൊടുക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നതെന്നാണ് ഇപ്പോൾ CG സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ അതൊരു മികച്ച സൈനിങ് തന്നെ ആയേനെ. ദിമിയുടെ പകരക്കാരനല്ല, 2 ദിമിയുടെ പകരക്കാരനെ നമുക്ക് ലഭിച്ചേനെ എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടി വരും. എന്തായാലും താരം ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നില്ല. എന്തായാലും ആ പ്രതീക്ഷയും മങ്ങുന്നു.